CA Inter Law പേപ്പറിൻ്റെ സെപ്റ്റംബർ 24 എക്സാംസിലേക്കുള്ള RTP ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഗുഡ് ന്യൂസ് ഇസ് ഇപ്രാവശ്യം നിങ്ങൾക്ക് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല, സോ ആ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ RTPയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത്, എൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പോകുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ റെലവൻറ്റ് ടോപ്പിക്കിൻ്റെ പ്രൊവിഷൻ എന്തായെന്നുള്ള കൂടി ഡിസ്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. സോ അത് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. ആൻഡ് പൊതുവെ നമ്മൾ എക്സാമിന് പറയാറുള്ളത് നിങ്ങൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റിൻ്റെ RTP പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. ഇപ്രാവശ്യം എന്തായാലും ഇപ്പോൾ ന്യൂ സിലബസ് വന്നതിന് ശേഷം May 24 എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. സെപ്റ്റംബർ 24 ആണ് സെക്കൻഡ് എക്സാം. സോ നമുക്കാകെ 2 RTP ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുക, കമ്പൽസറിയാണ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും RTPന്ന് സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏത് സബ്ജക്റ്റിലാണ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് പലപ്പോഴും ചിലപ്പോൾ നമ്മളെ എക്സാമിൻ്റെ റെലവൻറ്റ് RTP തന്നെ ചോദിക്കണം എന്നല്ല, തൊട്ട് മുന്നത്തെ RTP നിന്നും ചോദിക്കാം. എന്തായാലും May 24 എക്സാമിൻ്റെ RTPൻ്റെ ഡിസ്കഷൻ വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ബിസൈഡ്സ് ദാറ്റ് പൊതുവെ സ്റ്റുഡൻസ് ചോദിക്കാറുള്ളത് ലോ പേപ്പർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ശ്രദ്ധിക്കേണ്ട ടിപ്സും കുറച്ച് പ്രാക്ടിക്കൽ എക്സാമിൽ വരാറുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാംസ് വെച്ചിട്ട് ഞാൻ അതിൻ്റെയും ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. RTPയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ MCQ. അപ്പോൾ MCQ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താ, റിക്വയർമെൻറ്റ് എന്താണെന്ന് വായിച്ചിട്ട് പിന്നെ സ്റ്റോറിയിലേക്ക് പോവുക. റാദർ ദാൻ സ്റ്റോറി പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അവർ വലിച്ചു വാരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കാരും ആ റിക്വയർമെൻറ്റ് എന്താണെന്ന് കാണുമ്പോൾ ഓൾ ടുഗദർ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. സോ ആദ്യം നമുക്ക് എന്താ റിക്വയർമെൻറ്റ് ഡയറക്റ്റ്ലി വായിച്ചിട്ട് സ്റ്റോറിയിലേക്ക് വരാം. From the case scenario, it is evident that Tejas Infra Limited decided to issue 1 lakh preference shares of 100 each to its existing shareholders. From the options given below, choose one which indicates the maximum period which is permitted by a company for the redemption of preference shares. Preference shares in the section 55 preference shares in the redemption provisions എന്താ പറഞ്ഞത്? മാക്സിമം 20 ഇയേഴ്സിൻ്റെ പ്രിഫറൻസ് ഷെയർസാണ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. പക്ഷേ അവിടെ എക്സെപ്ഷൻ കൊടുത്തിരുന്നു. നിങ്ങൾ ഷെഡ്യൂൾ 6 പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സിനാണ് പ്രിഫറൻസ് ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 ഇയേഴ്സിൻ്റെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. മാക്സിമം 30, മോർ ദാൻ 20, അപ് ടു 30 പ്രൊവൈഡഡ്. വീണ്ടും കണ്ടീഷൻ പറയാണ്, നിങ്ങൾ 21st ഇയർ തൊട്ട് റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓരോ വർഷം 10% റിഡീം ചെയ്യുമെന്നുള്ള കണ്ടീഷൻ്റെ ബേസിസിൽ 30 ഇയേഴ്സിൻ്റെ ഇഷ്യൂ ചെയ്യാം. സോ നൗ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പ്ലസ് അവർ പറയുന്നുണ്ട് തേജസ് ഇൻഫ്ര ലിമിറ്റഡ്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് റിക്വയർമെൻറ്റ് വായിച്ചിട്ട് സ്റ്റോറി വായിക്കുക എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഐ ഫീൽ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. തേജസ് ഇൻഫ്ര ലിമിറ്റഡ് ബീങ് ഇൻവോൾവ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട് ഷാൽ റെഡി മാക്സിമം പീരീഡ് ഓഫ് 35 ഇയേഴ്സ്. നോ 35 ഇയേഴ്സ് എന്നുള്ളൊരു സംഭവമല്ല. പിന്നെ മാക്സിമം പീരീഡ് ഓഫ് 35 ഇയേഴ്സ് അതുമല്ല, അതെന്തായാലും അല്ല. പിന്നെ ഇൻഫ്ര ആയതുകൊണ്ട് മാക്സിമം പീരീഡ് ഓഫ് 30 ഇയേഴ്സ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഷാൽ റെഡീം മിനിമം 10% കമൻസിങ് ഫ്രം ദ 21st ഇയർ ഓൺസ്. ദിസ് സീംസ് ടു ബി ആപ്റ്റ് ആൻസർ. അവിടെ നിൽക്കട്ടെ. MCQസിൽ നമ്മളെപ്പോഴും എല്ലാ ഓപ്ഷനും വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. മാക്സിമം പീരീഡ് 30 ഇയേഴ്സ്, മിനിമം 20% ഫ്രം ദ 26th ഇയർ. ഒരു ബന്ധമില്ല, എന്തൊക്കെയാണ് പൊട്ടത്തരം വിളിച്ച് പറയുന്നത്. സോ ഇതും എന്തായാലും അല്ല. സോ നമ്മൾ ആൻസർ ഇസ് C. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാനേ നിന്നിട്ടില്ല കേട്ടോ. ബട്ട് പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ക്വസ്റ്റ്യൻ എന്തായാലും വായിക്കുക. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, തിയറി ക്വസ്റ്റ്യൻ. ആൻഡ് ദേ വർ വെരി കർട്ടിയസ്. ഐ സി അവിടെ എന്താ തേജസ് ഇൻഫ്ര അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ വീണ്ടും നമുക്കവിടെ സമ്മറി ആയിട്ട് തന്നിട്ടുണ്ട് ഈ ഫുള്ള് കഥ വായിക്കുന്നതിന് പകരം. പിന്നെ സെക്കൻഡ് ഇൻ കേസ് സിനാരിയോ സ്റ്റേറ്റ്സ് ദ ടേൺ ഓവർ ഓഫ് തേജസ് റോസ് ടു ദി ട്യൂൺ ഓഫ് 3600 crore. ടേൺ ഓവർ 3600 crore. ഓക്കെ, turnover 3600 crore, net worth 550 crore. Okay, immediately preceding financial year 22-23, which required formation of CSR committee. What is the third criteria if crossed would also require CSR committee? CSR committee ഉണ്ടാക്കാനുള്ള 3 ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? 3 സാധനങ്ങൾ. തേർഡ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. CSR committee, CSR section 135 അവിടെ പറഞ്ഞത് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് 5 CR അല്ലെങ്കിൽ നെറ്റ് വർത്ത് 500 CR അല്ലെങ്കിൽ ടേൺ ഓവർ 1000 CR. ഈ 3-ൽ ഏതെങ്കിലും ഡ്യൂറിങ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷം CSR ഉണ്ടാക്കണം. അപ്പോൾ ഇവരെ ഇപ്പോൾ ടേൺ ഓവർ 3000, ഓക്കെ, അത് അവർ ഓൾറെഡി മീറ്റ് ചെയ്തു. നെറ്റ് വർത്ത് 500 അതും ക്രോസ് ചെയ്തു. ഇവർക്ക് CSR ആപ്ലിക്കബിൾ ആണ്. ക്വസ്റ്റ്യൻ അതല്ല. തേർഡ് ക്രൈറ്റീരിയ എന്താ? തേർഡ് ക്രൈറ്റീരിയ നെറ്റ് പ്രോഫിറ്റ് 5 CR. അതിലേതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ CSR ഉണ്ടാക്കണം. നെറ്റ് പ്രോഫിറ്റ് 2 അല്ല, നെറ്റ് പ്രോഫിറ്റ് 3 അല്ല, നെറ്റ് പ്രോഫിറ്റ് 5, ഓക്കെ,
നെറ്റ് പ്രോഫിറ്റ് 6 അല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ. ആൻസർ സി. It is mandatory to redeem preference shares. Keeping in view the above scenario, which source is required to be used by Tejas for redemption of outstanding preference shares? എവിടെ നിന്നൊക്കെ റിഡീം ചെയ്യാൻ പറ്റും എന്നുള്ള അഗെയിൻ സെക്ഷൻ 55. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ P&L പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറ്റും. ഇപ്പോൾ അതിൽ നിങ്ങൾ കറണ്ട് ഇയർ പെട്ടു, പ്രീവിയസ് ഇയർ ഒക്കെ പെട്ടു. പിന്നെ നിങ്ങൾക്ക് പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ എന്നും റിഡീം ചെയ്യാൻ പറ്റും. പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ, പ്രോഫിറ്റ്സ്, ഇതിൽ നിന്ന് പ്രോഫിറ്റ്സ് റിഡീം ചെയ്യുകയാണെങ്കിൽ CRR ഉണ്ടാക്കണം എന്നൊക്കെ സെക്ഷൻ 55 പറയുന്നുണ്ട്. സോ ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, ഓക്കെ, അത് പറ്റും. പിന്നെ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അതും പറ്റും. നൈസ്. ബോത്ത് A and B, ഓക്കെ. അപ്പോൾ ഇത് ആൻസർ ഈസ് റിക്വയർഡ് ഔട്ട് ഓഫ് CRR എന്ന് പറ്റൂല. CRRന് ആകെയുള്ള പേർപ്പസ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാന്നുള്ളതാണ്. ബോണസ് ഷെയർസിൻ്റെ സെക്ഷൻ 63. അപ്പോൾ ഇതെന്തായാലും ഓപ്ഷൻ ഇസ് സി. While constituting CSR committee, how many minimum directors? Minimum 3 ആൾ വേണം. അറ്റ്ലീസ്റ്റ് മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ഒരാൾ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. 3 ഉണ്ടെങ്കിൽ 3 ഇല്ലെങ്കിൽ 2 ആൾ വെച്ചിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതും സെക്ഷൻ 135 CSR. അപ്പോൾ മിനിമം 2 അല്ല, മിനിമം 3, അറ്റ്ലീസ്റ്റ് 1 ഷാൽ ബി ഇൻഡിപെൻഡൻറ്റ്, ഓക്കെ. മിനിമം 4 അല്ല, അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ഒന്നുമല്ല എന്തായാലും, ഓക്കെ. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ഫസ്റ്റ് MCQ. നമുക്ക് സ്റ്റോറി വായിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല, പക്ഷേ എന്തായാലും വായിക്കണം. എക്സാമിൽ എന്തായാലും വായിക്കണം. റിക്വയർമെൻറ്റ് ആദ്യം വായിച്ചിട്ട് സ്റ്റോറി വായിക്കുക. ഗ്രീൻഫീൽഡ് LLP, ബ്ലൂ വേവ് LLP, 2 അവർ ബിസിനസ് കാര്യങ്ങളൊക്കെ റിന്യൂവബിൾ എനർജി. ഗ്രീൻഫീൽഡ് LLP സ്പെഷ്യലൈസ് ഇൻ സോളർ. ഞാൻ ഇപ്പം എന്താ ചെയ്യണം? വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് ദ സ്കീം പ്രപ്പോസ് ബിറ്റ്വീൻ? 2 ആളും ഡിസോൾവ് ചെയ്യാനായിരുന്നു പേർപ്പസ്, ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു, റീകൺസ്ട്രക്ഷൻ അമാൽഗമേഷൻ എന്നോ ലിക്വിഡേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇതിന്ന് ഗസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അടുത്ത സ്റ്റോറി എന്തായാലും വായിക്കൽ മസ്റ്റാണ്. വാട്ട് അതോറിറ്റി ഡസ് ട്രൈബ്യൂണൽ ഹാവ് വെൻ ഇറ്റ് സാങ്ഷൻസ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ് അണ്ടർ സെക്ഷൻ 60? ട്രൈബ്യൂണൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാനുള്ള പവറുണ്ട്. സൂപ്പർവൈസ് ചെയ്യാനുള്ള പവറുണ്ട്. ഇറ്റ് ഹാസ് നോ അതോറിറ്റി. അങ്ങനെ സാധനമില്ല. സൂപ്പർവൈസ്, മോഡിഫൈ, ഗീവ് ഡയറക്ഷൻസ്. ഇത് ഡിസോൾവ് ഡയറക്ട്ലി വിത്തൗട്ട് കണ്ടീഷൻസ്. ഓപ്ഷൻ ഇസ് സി ഇൻ ദിസ് കേസ്. What penalty applies if an LP fails to comply within 30 days filing requirement? Immediate dissolution എന്നുള്ള സംഭവമല്ല. നോർമലി പെനാൽറ്റി പഠിക്കൽ കമ്പൽസറി ആണോ? ICAയുടെ റൂൾസ് പ്രകാരം പെനാൽറ്റി പഠിക്കൽ കമ്പൽസറി ആണ്. സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല. അതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുക? ഐ ഡോണ്ട് നോ. നോക്കാം. ഈ കേസിൽ ഇപ്പോൾ എന്തായാലും സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഈ കേസിൽ നോർമലി അങ്ങനെ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ കാര്യങ്ങൾ, റിവോക്കേഷൻ ഓഫ് ട്രൈബ്യൂണൽസ് ഓർഡർ അങ്ങനൊരു സാധനമല്ല. തിരിച്ചെടുക്കുക, ട്രൈബ്യൂണലോട് തിരിച്ചെടുക്കുക. ദിസ് ഇസ് ദി ആൻസർ ഓവർ ഹിയർ. പെനാൽറ്റീസ് പഠിക്കൽ വേർത്താണോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അത്രയും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? പെനാൽറ്റിക്ക് പലപ്പോഴും ഓരോ അറ്റംപ്റ്റിൽ അമെൻമെൻറ്റ് വരാറുമുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ 2 ബിസിനസ്സാണ്. ബോത്ത് ദ കമ്പനീസ് ഫോർ സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി ജോയിനിങ് ദ ഫോഴ്സസ് ടു ക്രിയേറ്റ് എ മോർ കോംപ്രഹെൻസീവ് റിന്യൂവബിൾ എനർജി സോഴ്സ്. അവർ ഒന്നിച്ച് മേർജ് ചെയ്യാന്നുള്ള പ്ലാന്. ഡിസൈഡ് ടു മേർജ് ഇൻ ടു സിംഗിൾ എൻറ്റിറ്റി ടു ഫെസിലിറ്റേറ്റ് ദ മാനേജ്മെൻറ്റ് ഓഫ് ബോത്ത് ദ കമ്പനീസ്. LLP ആണ്. പ്രൊപ്പോസ് എ സ്കീം ഓഫ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇൻവോൾവിങ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഓൺഗോയിങ് ലീഗൽ പ്രൊസീഡിങ്സ് ബോത്ത്. ദർ ഓൾ അബൌട്ട് അവർ മേജേഴ്സാണ് അവർ പ്ലാൻ ചെയ്യണത്. അല്ലാതെ ബിസിനസ് നിർത്തി പോകാന്നുള്ള സംഭവം ഒന്നല്ല, ഡിസൊല്യൂഷൻ അല്ല. റീകൺസ്ട്രക്ഷൻ അമാൽഗമേഷൻ. ദാറ്റ്സ് ഇറ്റ്. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സ്റ്റോറിൻ്റെ ആവശ്യമില്ലെന്നു. ഇൻഡിപെൻഡൻറ്റ് MCQs. സ്റ്റോറി ഒന്നും ഇല്ലാത്ത MCQ. Mr. X has resided in India for less than 182 days. ഇതെന്താ സംഭവം? How many days did Mr. X stay during financial year 23-24? ശരി, കൊള്ളാലോ. ഫേമ. Resided in India for less than 182 days. 22-23 ലെസ് ദാൻ 182 ഡേയ്സ് എന്ന ആളുണ്ടായിരുന്നു. He arrived in India on 1st April 23 to conduct business. Intends to leave on 30th April 24. 1st April 23 തൊട്ട് 30th April 24. അപ്പോൾ 23-24 ഫിനാൻഷ്യൽ ഇയർ ആൾ ഫുള്ളുണ്ട്. പിന്നെ ഏപ്രിൽ മാസം ഫുള്ളുണ്ട്. ആൻഡ് പ്ലാൻസ് ടു ഡിപ്പാർട്ട് ഫ്രം ഇന്ത്യ 30th ജൂണിന്. വാട്ട് ഈസ് മിസ്റ്റർ എക്സ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്? ഫെമിലിൽ ഒരാൾ റെസിഡൻ്റ് ആവണമെങ്കിൽ ബേസിക് ക്രൈറ്റീരിയ വാസ് കഴിഞ്ഞ വർഷം മോർ ദാൻ 182 ഡേയ്സ് എന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത്. മോർ ദാൻ 182 ഡേയ്സ് ഇൻ ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ. പിന്നെ ഈ വർഷം നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടാവാൻ പാടില്ല. ഏതൊക്കെ? എംപ്ലോയ്മെൻറ്റിന്, ബിസിനസ് ഓർ വൊക്കേഷന്, അൺസർട്ടൻ പീരീഡിന് ഇന്ത്യക്ക് പുറത്ത്
പോയാൽ നിങ്ങൾ PRO ആയി. ഇനി അപ്പോൾ PRIൻ്റെ ഡെഫിനിഷൻ മോർ ദാൻ 180 days, പിന്നെ കം ടു ഇന്ത്യ അതർവൈസ് ദാൻ ഫോർ ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞത് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നാണ്. ഡസ് നോട്ട് ഇൻക്ലൂഡ്, നമ്മളിത് ഡയറക്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല, ഇത് MCQ ക്വസ്റ്റ്യൻ ആയിരുന്നു. PRI പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം മോർ ദാൻ 180 days ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയി ഈ 3 കാര്യങ്ങൾക്ക് ഇന്ത്യയിൽ വന്നു അതർവൈസ് ദാൻ ഫോർ ഈ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളല്ലാതെ, അപ്പോൾ PRO. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വന്നാൽ PRI. പ്ലസ് അവിടെ ചെറിയൊരു ക്ലാഷ് വരുന്ന ഏരിയ ഒക്കെ ഉണ്ടായത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ICയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള സംഭവം എന്നത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഈ കേസിൽ ഇയാൾ ഈവൻ ദോ കഴിഞ്ഞ വർഷം മോർ ദാൻ 180 days ഇല്ല, ബട്ട് സിൻസ് ഈ എന്ത് പർപ്പസ് ബിസിനസ് എന്ന പേർപ്പസിനാണ് ആൾ ഇന്ത്യയിൽ വന്നത്, ഒരു വർഷം വന്ന ഡേറ്റ് മുതൽ ഇയാൾ നമ്മൾ PRI ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഹൗ മെനി ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ 23-24 ഫിനാൻഷ്യൽ ഇയറിൽ ഇയാൾ ഫുൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ സ്റ്റേറ്റസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും റെസിഡൻറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ. റെസിഡൻറ്റ് 91 എന്നുള്ള സംഭവം വരില്ല, റെസിഡൻറ്റ് 365 ഇതാണ് വരുന്നത്. ഫിനാൻഷ്യൽ ഇയർ 23-24 365 ഡേയ്സും ഉണ്ടായിരുന്നു. ഇയാൾ സ്റ്റേറ്റസ് ആയിരുന്നു റെസിഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. അപെക്സ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ കമ്പനി ബേസ്ഡ് ഇൻ ഇന്ത്യ റീസെൻ്റ്ലി, ഇതെന്താ സംഭവം എന്താ? Recently, the company found itself embroiled in legal issues concerning 2 separate offences under different enactments. First offence involved violation of environmental regulations for which the company was prosecuted and fined. Subsequently, Apex was charged under different law for similar but not identical environmental violation. First offence was Environmental Protection Act, failing to dispose hazardous waste properly. Second offence under water prevention ഇൻവോൾവിങ് നമ്മുടെ ജനറൽ ക്ലോസ് ആക്ടിൽ ഒരു ടോപ്പിക് ഉണ്ട്, ഒരേ ഒഫൻസിന് 2 ആക്ടിൽ പണിഷബിൾ ആവുമോ എന്നുള്ളത്. ഏറെക്കുറെ അങ്ങോട്ടാണ് പോക്ക് പോകുന്നത്. ഒരേ ഒഫൻസിന് ഡബിൾ പണിഷ്മെൻറ്റ് കിട്ടൂല, ഒഫൻസ് സെയിം ആവണം. ഒരേ ഒഫൻസിന് 2 ആക്ടിൽ പണിഷ്മെൻറ്റ് ഉണ്ടെങ്കിൽ യു വിൽ ബി പണിഷബിൾ എയ്തർ എന്ന് പറഞ്ഞാൽ ബോത്തിന് പണിഷബിൾ ആവില്ല, സെയിം ഒഫൻസ് ആവണം. ഇവിടെ 2 ഡിഫറെൻറ്റ് ഒഫൻസാണ്, സിമിലർ ആണ് ബട്ട് 2 ഡിഫറെൻറ്റ് ഒഫൻസാണ്. Sharma, the company's legal advisor, consulted on the same issue. He determined the prosecution outlined under section 26 of General Clause Act section ആണ്, provision ആണ്. Article 20 Constitution of India, which protects against double jeopardy. അപ്പോൾ ഡബിൾ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. കമൻറ്റ് ഓൺ ദ വാലിഡിറ്റി ഓഫ് ദ പ്രോസിക്യൂഷൻ ദാറ്റ് ക്യാൻ ബി ഗിവൺ. ഇത് സെയിം ഒഫൻസ് അല്ല, ഡബിൾ പണിഷ്മെൻറ്റ് കിട്ടും. യെസ് വാലിഡ് അല്ല, എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, നോട്ട് വാലിഡ്. ഇത് ഈ ലീഗൽ അഡ്വൈസർ പറഞ്ഞാൽ കറക്റ്റാണോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് സ്പെസിഫിക് ആക്ഷൻസ് ആൻഡ് ലീഗൽ പ്രോസിക്യൂഷൻസ് വയലേറ്റഡ് ആർ ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് വാലിഡ് ബിക്കോസ് ബോത്ത് എൻവയോൺമെൻറ്റ് അല്ല, ഇറ്റ് ഈസ് വാലിഡ് ഒന്നുമല്ല. ഇതാണ് നമ്മുടെ ആൻസർ ബി. റീഗൽ ടെക്സ്റ്റൈൽസ് സംഭവം എന്താ? ഡയറക്റ്റ് MCQs ആണ്, അത് നമ്മൾ ലാസ്റ്റ് MCQ ആണ്. Regal Textiles, a well-established fabric manufacturing company, has been operating under Textile Regulations Act 1980 several decades. Over the years, various provisions of the Act have been subject to interpretation by both the company and industry at large. One such provision pertains to the definition of sustainable practices, which has been a point of contention. Sustainable practice to include the use of organic materials and recycling waste products. This interpretation has been widely accepted and acted upon the more. Recently, a new regulatory body has argued that sustainable practices should be strictly defined to include only carbon-neutral processes, excluding the use of non-organic recycled materials. This new interpretation has created confusion and potential compliance issues for Regal Textiles, which has long adhered to the established understanding. He prepares to argue that long-standing interpretation, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൽ എയ്ഡ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യുക, ആക്ടിൽ ഡിഫൈൻഡ് ആണെങ്കിൽ അത് എടുക്കണം, റെഫറൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കണം, ഒന്നുമില്ലെങ്കിൽ GCL എടുക്കണം, ഇതൊന്നും അവൈലബിൾ ഡിക്ഷണറി മീനിങ്, ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിൻ്റാണ് യൂസേജ്. ഒരു വേർഡിൻ്റെ മീനിങ് എങ്ങനെയാണോ മനസ്സിലാക്കിയിരുന്നത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള പോയിന്റ്. വാട്ട് പ്രിൻസിപ്പൾ വിൽ മിസ്റ്റർ കുമാർ ലൈക്ലി ടു റിലൈ ഓൺ ആർഗ്യൂ അഗെയിൻസ്റ്റ് എ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ പ്രൊപ്പോസ്ഡ് ബൈ ദ റെഗുലേറ്ററി ബോഡി? അതിനഗെയിൻസ്റ്റ് കുമാർ ആരാണ്? കുമാർ നമ്മൾ കണ്ട എവിടെയെങ്കിലും? ഓക്കെ വാട്ട് എവർ, ഇപ്പോൾ കുമാർ ആരും ആവട്ടെ, അറിയില്ല, എവിടെയെങ്കിലും ഉണ്ടാവും കുമാർ. ബട്ട് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്നുള്ള ഈ ന്യൂ റെഗുലേറ്ററി ബോഡി പറഞ്ഞ പ്രകാരം അതിനെതിരെ, അപ്പോൾ ഇവരെ സ്റ്റാൻഡ് എന്തായിരുന്നു, എത്രയോ കാലമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ജുഡീഷ്യൽ ആക്ടിവിസം, സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷൻ, പ്രോസ്പെക്റ്റീവ്, ഇങ്ങനൊരു സാധനം, ഈ 3 സാധനം ഇല്ല കേട്ടോ നമ്മുടെ സിലബസിൽ. അങ്ങനെ സംഭവം നമുക്ക് പഠിക്കാനില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഹിസ്റ്റോറിക്കൽ യൂസേജ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആണ് പ്രൊവിഷൻ.
Descriptive questions. Prashant incorporated a one-person company, making his sister Priya as nominee. ഇത് കുറേ വട്ടം റിപ്പീറ്റഡ് സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകിൽ ആൾ പുറത്തു പോകാൻ പോവാണ്, അല്ലെങ്കിൽ ആൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇവർക്ക് മാറ്റണം എന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുണ്ട് മൈനർ 17 വയസ്സ്, അയാളെ നോമിനി ആക്കിയാലോ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടില്ല. പ്രിയ ഇസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാൺപൂർ. ഹവർ നൗ പ്രിയ ആൻഡ് ഹർ ഹസ്ബൻഡ് ആർ ലീവിംഗ് ഇന്ത്യ പെർമനൻ്റ്ലി ടു സ്റ്റേ വിത്ത് ദെയർ സൺ സെറ്റിൽ. സെയിം പോവാണ്. അപ്പം ഇനി ഓരോ മാറ്റേണ്ടേ, റെസിഡൻ്റ് ആവൽ കമ്പൽസറി അല്ലേ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. ഡ്യൂ ടു ദ ഫാക്ട് ഷീ ഈസ് വിത്ഡ്രോയിങ് ഹർ കൺസേൺ ഓഫ് നോമിനേഷൻ ഇൻ ദ സൈഡ് OPC, ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. If Priya is leaving India permanently, is it mandatory to withdraw nomination? Not mandatory. Why? OPC section 2 clause 62 ആൻഡ് അതുമായി ബന്ധപ്പെട്ട റൂൾസിൽ, OPCൻ്റെ ഡെഫിനേഷൻ അതുമായി ബന്ധപ്പെട്ട റൂൾസിലും പറയുന്നുണ്ട്, OPCയിൽ നിങ്ങൾക്ക് മെമ്പർ അല്ലെങ്കിൽ നോമിനി ആവണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം. പ്രിയ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അത് ക്ലിയർലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓർ അതർവൈസ് എന്നാണ് പറഞ്ഞത്. റെസിഡൻ്റ് ആവൽ കമ്പൽസറി അല്ല. പിന്നെ നിങ്ങൾ നാച്ചുറൽ പേഴ്സൺ ആവണം. നാച്ചുറൽ പേഴ്സൺ, പ്രിയ നാച്ചുറൽ പേഴ്സൺ ആണ്, റെസിഡൻ്റ് ആവണം കമ്പൽസറി അല്ല. വാട്ട് ഈസ് റെസിഡൻറ്റ്? നോട്ട് ലെസ് ദാൻ 120 ഡേയ്സ് ഇൻ ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. നോട്ട് ലെസ് ദാൻ 120 ഡേയ്സ്, അതിന് ഡെഫിനിഷൻ. ബട്ട് അതിനൊന്നും ഇവിടെ റെലവൻസ് ഇല്ല. ആൾ റെസിഡൻറ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിത്ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ്, അപ്പോൾ ഞാൻ ഇവിടെ നോ എഴുതാണ്, ഇൻ കേസ് പ്രിയ വിത്ഡ്രോസ് ഹർ നോമിനേഷൻ ആസ് നോമിനി ഓഫ് OPC, വെദർ പ്രശാന്ത് ക്യാൻ അപ്പോയിൻറ്റ് ഹിസ് മൈനർ സൺ റുഷാങ്ക് ആസ് നോമിനി. പറ്റൂല, മൈനർ പറ്റൂല. കാരണം മൈനർ ആവാൻ പാടില്ല എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. Question number 11. Only a natural person who is an Indian citizen, whether resident in India or otherwise, shall be eligible to incorporate OPC. The member avana criteria. In the given question, Priya is an Indian citizen and a resident of India. If Priya is able to maintain her Indian citizenship status in India after moving abroad, she can remain nominee in the OPC. എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് OPC. ഓക്കെ, മെമ്പർഷിപ്പ് സ്റ്റേറ്റസിനെ പറ്റി മേലെ പറഞ്ഞിട്ട് ഇത്, അതായത് ഇവിടെ മേലത്തെ റൂൾസ് പ്രകാരം മെമ്പർ ആവാനുള്ള ക്രൈറ്റീരിയ പറഞ്ഞു. ഇൻഫാക്ട് ഇതേ ക്രൈറ്റീരിയാണ് നോമിനി ആവാനുള്ള ക്രൈറ്റീരിയ, സെയിം. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അവർ പറഞ്ഞു, പുറത്ത് പോയിക്കോളി, റെസിഡൻറ്റ് ആവൽ കമ്പൽസറി അല്ല, ബട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോമിനേറ്റ് തുടരാൻ പറ്റും. Memorandum of OPC shall also indicate the name of natural person other than minor who is an Indian citizen, whether resident in India or otherwise. നോമിനി ആവണമെങ്കിലും ഇതേ ക്രൈറ്റീരിയ, മേലെ പറഞ്ഞ സെയിം ക്രൈറ്റീരിയ, പക്ഷെ മൈനർ ആവാൻ പാടില്ല. അലോങ് വിത്ത് എ പ്രയർ റിട്ടേൺ കൺസെൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെമ്പറുടെ ഡെത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി സംഭവിച്ചാൽ മെമ്പർ ആവാനുള്ള ആളാണ് നോമിനി. അപ്പോൾ അബോവ് പ്രൊവിഷൻ പ്രകാരം ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് മൈനർ cannot be appointed as നോമിനി. ഓക്കെ, ദാറ്റ് വാസ് സിമ്പിൾ ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ RTP ഓവറോൾ കണ്ടിട്ട് തന്നെ സിമ്പിൾ ആട്ടോ. ഈവൻ MCQ ഒക്കെ സ്റ്റോറി വായിക്കാതെ തന്നെ സോൾവ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം ഡിസ്കസ് ഇതെന്താ വിച്ച് ഇസ് എ കമ്പനി രജിസ്റ്റേർഡ് ഇൻ സിംഗപ്പൂർ കണ്ടക്ടിങ് ഓൺലൈൻ ബിസിനസ് ത്രൂ ടെലിമാർക്കറ്റിംഗ്. ഫോറിൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ സിംഗപ്പൂരിലുള്ള കമ്പനി ഓൺലൈൻ ബിസിനസ്സിലൂടെ ഇന്ത്യയിൽ ടെലിമാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എ ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ്. ഫിസിക്കൽ പ്ലേസിൻ്റെ ആവശ്യമില്ല. ഇലക്ട്രോണിക് മോഡിൽ ബിസിനസ് നടത്തിയാലും നിങ്ങൾ ഫോറിൻ കമ്പനിയായി. ഇറ്റ് ഇസ് ഓൾസോ ഇൻഫോം ദാറ്റ് ഫോർ ദി ടെലിമാർക്കറ്റിംഗ് ബിസിനസ് ഇൻ ഇന്ത്യ ഇറ്റ്സ് മെയിൻ സെർവർ ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതൊക്കെ ഇറലവൻ്റ് ആണ്. നിങ്ങൾ സെർവർ ഇന്ത്യയിലാണോ പുറത്താണോ ഇറലവൻ്റ് ആണ്. സെക്ഷൻ 2 clause 42 ഫോറിൻ കമ്പനി ഡെഫിനേഷൻ പറയുന്നത് മീൻസ് എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഹാവിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അപ്പോൾ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ ഷെയർ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ ഓഫീസ് വരെ പെടും എന്നൊക്കെ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ എന്തായാലും അവർ ദേ ആർ ഫോറിൻ കമ്പനി. സെർവർ ഇന്ത്യയിലാണോ പുറത്താണോ ഇറലവൻ്റ് ആണ്. ദിസ് ഇസ് ഫോറിൻ കമ്പനി. അപ്പോൾ മേലത്തിൻ്റെ കണ്ടിന്യൂഷൻ പ്രകാരം പ്രിസം ലിമിറ്റഡ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ എ ഹോൾലി ഓൺ സബ്സിഡറി ഓഫ് ഈ മേലെ പറഞ്ഞ ഫോറിൻ കമ്പനി ഡിസൈഡഡ് ടു ഫോളോ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ കൺസോളിഡേഷൻ ഓഫ് അക്കൗണ്ട്സ് ഔട്ട്സൈഡ് ഇന്ത്യ. സ്റ്റേറ്റ് ദ പ്രൊസീജിയർ ഇൻ ദിസ് റിഗാർഡ്. ഈ ഫിനാൻഷ്യൽ ഇയർ 2 clause 41 ഫിനാൻഷ്യൽ ഇയർ ഡിഫൈൻ ചെയ്യണം. യു നോ ദാറ്റ് നമ്മളെ ഡെഫിനേഷൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. 2 clause 41 ഫിനാൻഷ്യൽ ഇയർ, 2 clause 42 ഫോറിൻ കമ്പനി FI പിന്നെ FO. ഫിനാൻഷ്യൽ ഇയർ അവിടെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. പീരിയഡ് എൻഡിങ് ഓൺ 30th April, അല്ല സോറി മാറിപ്പോയി, 31st March. പീരിയഡ് എൻഡിങ് ഓൺ 31st March. അതാണ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ
1st January ഓൺ ഓർ ആഫ്റ്റർ 1st January സ്റ്റാർട്ട് ചെയ്ത കമ്പനി അടുത്ത വർഷം 31st മാർച്ചിന് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ആണെങ്കിൽ തൊട്ടടുത്ത 31st മാർച്ചിൽ ക്ലോസ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് പോയിന്റ്, അതാണ് ഈ ക്വസ്റ്റ്യൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ്. എ കമ്പനി വിച്ച് ഇസ് എയ്തർ എ ഹോൾഡിംഗ് or a subsidiary or an associate of a company incorporated outside India. ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനിയുടെ ഹോൾഡിംഗ് അല്ലെങ്കിൽ സബ്സിഡറി അല്ലെങ്കിൽ അസോസിയേറ്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ആരെടുത്ത് അപ്ലൈ ചെയ്യുക? CGൻ്റെ അടുത്ത് അപ്ലൈ ചെയ്തിട്ട്. പണ്ട് അതോറിറ്റി ട്രൈബ്യൂണലായിരുന്നു, അപ്പോൾ അവർ പിന്നെ CGക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. CGൻ്റെ അടുത്ത് അപ്ലൈ ചെയ്താൽ കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങളെ ഗ്രൂപ്പ് കമ്പനിയാണ്, നിങ്ങളെ ഗ്രൂപ്പ് കമ്പനി ആകുമ്പോൾ കൺസൾട്ടേഷൻ കമ്പൽസറി ആയി. കൺസൾട്ടേഷൻ നിങ്ങളെ അപ്പുറത്തെ പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ വാട്ട് എവർ അതെന്ത് കമ്പനി ആണെങ്കിലും അവർ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നത് കൺസൾട്ടേഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, CGൻ്റെ അടുത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഓപ്റ്റ് ചെയ്യാം. ആ പീരിയഡ് ഇയറിന് ആവണം എന്നുള്ളത് കമ്പൽസറി അല്ല. സോ 2 + 42 ഫോറിൻ കമ്പനിയുടെ ഡെഫിനിഷൻ: പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, വെദർ ബൈ ഇറ്റ് സെൽഫ്, ഏജന്റ് ആവാം, ഫിസിക്കലി ആവാം, ഇലക്ട്രോണിക് മോഡ് ആവാം. കണ്ടക്ട് ബിസിനസ് ഇൻ ഏതർ മാനർ. ഇലക്ട്രോണിക് മോഡ് മീൻസ് ക്യാരിങ് ഓൺ ഇലക്ട്രോണിക്കലി വെദർ ദ മെയിൻ സെർവർ ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്. ഇന്ത്യക്ക് പുറത്താണെങ്കിലും കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ ഫോറിൻ കമ്പനിയുടെ ഡെഫിനേഷനിൽ പെട്ടു. സോ ഈ പറഞ്ഞ കമ്പനി വിൽ ബി ട്രീറ്റഡ് ആസ് എ ഫോറിൻ കമ്പനി. പിന്നെ മറ്റേ 2 + 41 ഫിനാൻഷ്യൽ ഇയർ: സബ്സിഡറി അസോസിയേറ്റ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് റിക്വയർഡ് ഫോർ എ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ കൺസൾട്ടേഷൻ. ആരടുത്ത്? CGൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? CGക്ക് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇയർ അലൗ ചെയ്യാൻ പറ്റും, വെദർ ഓർ നോട്ട് ദ പീരിയഡ് ഇസ് എ ഇയർ. അപ്പോൾ മേലെ പറഞ്ഞ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് മീറ്റായി. XYZ prominent manufacturing company appointing new auditor. Upcoming financial year. Mr. A is renowned, ഒരു പോപ്പുലർ ഓഡിറ്ററാണ്, കൺസിഡേർഡ് ആയി. ഡ്യൂറിങ് ദ ഡ്യൂ ഡിലിജൻസ് പ്രോസസ് ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്ററിൻ്റെ സെക്ഷൻ ഇതായിരുന്നു. അപ്പോയിൻമെൻറ്റ് സെക്ഷൻ 139 ആണ് അപ്പോയിൻമെൻറ്റ്. മിസ്റ്റർ B ആൻഡ് മിസ്റ്റർ A ആർ പാർട്ട്നേഴ്സ് ഇൻ ABC. നമ്മൾ അപ്പോയിൻറ്റ് ഉദ്ദേശിക്കുന്ന ആൾ മിസ്റ്റർ A ആണ്. അപ്പോൾ അയാളെ ഫേം ഉണ്ട് ABC ആൻഡ് കമ്പനി, അതിൽ പാർട്ട്നേഴ്സാണ് Aയും Bയും. B has taken a personal loan. Okay, we're going to talk about disqualification. Section 141 subsection 3. ലോൺ എടുത്തിട്ടുണ്ട് 4 lakhൻ്റെ. XYZ subsidiary EFG Limited 6 months ago. Section 141 subsection 3, which was talking about disqualification. Clause A, body corporate. Clause B, officer or employee of the company. Clause C, partner or employee of officer or employee of the company. Clause D, person relative partner. Holding shares, നിങ്ങൾ ഷെയർ ഹോൾഡ് ചെയ്യുക. സെക്കൻഡ്, indebted to the company for an amount exceeding 5 lakh. Gave guarantee to the company for an amount exceeding 1 lakh. Clause D, subclause 1, 2, 3. And ഇവിടെയൊക്കെ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് കമ്പനി, ഇൻഡെപ്റ്റഡ് ടു കമ്പനി, ഗ്യാരണ്ടി ടു കമ്പനി, ഇതൊക്കെ അവിടെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ദി എക്സ്പ്രഷൻ കമ്പനി ഇൻക്ലൂഡ്സ് ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ്, സബ്സിഡറി ഓഫ് ഹോൾഡിംഗ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ് അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ നമ്മളെ കമ്പനിയിൽ അല്ലെങ്കിൽ അവർ സബ്സിഡറി അല്ലെങ്കിൽ അവർ അസോസിയേറ്റ് അല്ലെങ്കിൽ സബ്സിഡറി ഓഫ് ഹോൾഡിങ്ങിൽ ഒന്നെങ്കിൽ ഷെയർ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡെപ്റ്റഡ് മോർ ദാൻ 5 lakh, അല്ലെങ്കിൽ ഗ്യാരണ്ടി മോർ ദാൻ 1 lakh, you are disqualified as per section 141 subsection 3. ഇവിടെ പാർട്ട്ണർ 4 lakh ഉള്ളൂ, കുഴപ്പമില്ല. സബ്സിഡറി കവേർഡ് ആണ്, 4 lakh ആണ്, കുഴപ്പമില്ല. A's relative Miss C, outstanding debt of 2 lakh. അപ്പോൾ പ്രശ്നമായി. ഇതിപ്പോൾ റിലേറ്റീവ് ആണ്. അപ്പോൾ പാർട്ട്ണറിൻ്റെ അടുത്ത് 4 lakhും റിലേറ്റീവിൻ്റെ അടുത്ത് 2 lakh, രണ്ടും കൂടി 6 lakh ആയി കമ്പൈൻഡ്. അസോസിയേറ്റും കവേർഡാണ്. ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ്, സബ്സിഡറി ഓഫ് ഹോൾഡിംഗ് എല്ലാവരും കവേർഡായി. നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് എടുക്കുക. നിങ്ങൾ എത്ര റിലേറ്റീവ്സിൻ്റെ അടുത്ത് എത്ര ഹോൾഡിംഗ് ഉണ്ട്, നിങ്ങൾ എത്ര പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് റിലേറ്റീവ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇൻഡെപ്റ്റഡ് മോർ ദാൻ 5 lakh ആയാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി. സോ ദിസ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി ഡിസ്ക്വാളിഫൈഡ്. എവിടെ പോയി? ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 13. Section 141 subsection 3 clause D subclause 2. Subclause 1 was holding shares, subclause 2 indebted. Auditor is disqualified to be appointed as auditor if he or his relative or okay 13 ന്റെ ബാക്കി ഇവിടെ he or relative or partner is indebted to the company. ഒന്നെങ്കിൽ നിങ്ങൾ കമ്പനിക്ക് ഇൻഡെപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ സബ്സിഡറിക്ക്, അല്ലെങ്കിൽ ഹോൾഡിംഗ്, അല്ലെങ്കിൽ അസോസിയേറ്റിന് in excess of 5 lakh, amount exceeding 5 lakh.
അപ്പോൾ എൻ്റെ പാർട്ട്ണർ ബി 4 lakh ഉണ്ട്, റിലേറ്റീവ് സി 2 lakh ഉണ്ട്. ഒന്ന് സബ്സിഡറിക്കാണ്, ഒന്ന് അസോസിയേറ്റ് ആണ്. വാട്ട് എവർ മേ ബി ദി കേസ്, ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തു. ടോട്ടൽ ഇൻഡെപ്റ്റൻസ് അപ്പോൾ 6 lakh ആയി. പാർട്ട്ണർ റിലേറ്റീവ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എ ഇസ് ഡിസ്ക്വാളിഫൈഡ്. ദാറ്റ് വാസ് 13. Home Limited served a notice of general meeting. Oh man. Home Limited served a notice of general meeting upon its members. The notice stated, come on. Notice stated that following resolutions will be considered at the meeting. Resolution to increase the authorized share capital, appointment and fixation of remuneration of auditor. Okay. Appointment 139 remuneration 142 increase authorized share capital section 61 alteration of capital inde. Shareholder complained that the amount of proposed increase and the remuneration was not specified in the notice. Is the notice valid under Companies Act? Oh man, അത് നല്ല ക്വസ്റ്റൻ കേട്ടോ. ഷെയർ പ്രശ്നം ഉണ്ടാക്കണം. ഷെയർ ഹോൾഡർ പറയുന്ന അമൗണ്ട് പറഞ്ഞിട്ടില്ല. അമൗണ്ട് പറയൽ കമ്പൽസറി ആണോ എന്നുള്ളത്. നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സെക്ഷൻ 101 നോട്ടീസിനെ പറ്റി പറയുന്നത്. പക്ഷേ സെക്ഷൻ 102 ഉണ്ട്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പറയുന്നുണ്ട് സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്ന മീറ്റിംഗിൻ്റെ നോട്ടീസിന് കൂടെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കൽ കമ്പൽസറി ആണ്. അതിലെല്ലാ ഇൻഫർമേഷൻ നമ്മൾ പറയും വേണം. സോ സ്പെഷ്യൽ ബിസിനസ് ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്ന മീറ്റിംഗിൻ്റെ നോട്ടീസ്. നൗ വാട്ട് ഈസ് സ്പെഷ്യൽ ബിസിനസ്? അതായത് ഓർഡിനറി ബിസിനസ് എന്തെയ്യുന്നു? ഓർഡിനറി ബിസിനസ് അഡോപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് ഫിക്സിംഗ് ദിയർ റെമ്യൂണറേഷൻ. ഒരു കാര്യം നമ്മളിവിടെ മെൻഷൻ ചെയ്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്ററും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സിംഗ് ആണ്. അത് ഓർഡിനറി ബിസിനസ്സാണ്. അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. സ്പെഷ്യൽ ബിസിനസ് ഓർഡിനറി ബിസിനസ് അല്ലാത്ത എല്ലാ സാധനവും സ്പെഷ്യൽ ബിസിനസ്സായി. ഇതെല്ലാം പ്രോപ്പർ ഡെഫിനിഷൻ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. ഒരു കമ്പനി ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ AGMൽ ഈ കാര്യങ്ങൾ ചെയ്താൽ ഓർഡിനറി ബിസിനസ്, AGMൽ ഇതല്ലാത്തത് ചെയ്താൽ സ്പെഷ്യൽ ബിസിനസ്, അതർ മീറ്റിങ്ങിൽ എനി ട്രാൻസാക്ഷൻ ചെയ്താൽ സ്പെഷ്യൽ ബിസിനസ്. അപ്പോൾ നമ്മൾ വിഷയപ്പാവുന്നില്ല, ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. വാട്ട് എവർ മേ ബി ദി കേസ്, നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്ററും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സിങ്ങും ഓർഡിനറി ബിസിനസ്സാണ്. അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷേ ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ കൂട്ടുക എന്നുള്ള സ്പെഷ്യൽ ബിസിനസ്സാണ്. അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നോട്ടീസിന് കൂടെ പോകുന്ന സാധനമാണ്. അപ്പോൾ ഈ രണ്ട് സാധനം നമ്മൾ ഒറ്റ മീറ്റിങ്ങിൽ ട്രാൻസാക്ട് ചെയ്യായതുകൊണ്ടും ഒറ്റ നോട്ടീസുള്ള കേസ് ആയതുകൊണ്ടും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ വെക്കൽ കമ്പൽസറി ആണ്. നോട്ടീസ് ഇൻവാലിഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇൻവാലിഡ് ആണ്. ഷെയർ ഹോൾഡർ പറഞ്ഞാൽ ശരിയാണ്. സെക്ഷൻ 102 എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. In case of any meeting other than AGM, all business transacted shall be deemed to be special business. Further, under 102, statement setting out the following material facts concerning special business to be transacted. The explanation statement full explanation കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷനിൽ നമ്മൾ കമ്പനിയുടെ ഡയറക്ടറോ മാനേജറോ KMP അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്സ്. RTPയിൽ എത്ര മാർക്കിനെ ക്വസ്റ്റ്യൻ വന്നെന്ന് പറയുന്നില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്സ് നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻ, അതിൻ്റെ സ്കോപ്പ്, മീനിങ്, ഇംപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കണം. പിന്നെ ഓർഡിനറി ബിസിനസ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ പാർട്ട് 1 ഓഫ് ദി ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, അത് സ്പെഷ്യൽ ബിസിനസ് ആണ്. അപ്പോൾ ഹെൻസ് ആബ്സെൻസ് ഓഫ് അമൗണ്ട് പ്രൊപ്പോസ് ടു ബി ഇൻക്രീസ്, അമൗണ്ട് പറയാത്തത് ഇൻവാലിഡ് ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും നോട്ടീസ്. ഓർഡിനറി ബിസിനസ് ആണ് പാർട്ട് 2, ഏത് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് അവരുടെ റെമ്യൂണറേഷനും. അതിന് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷേ ഇത് രണ്ടും ഒരേ മീറ്റിംഗ് ആയതുകൊണ്ട് നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ഇൻവാലിഡ് ആയി, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡർ പറഞ്ഞ ഒബ്ജെക്ഷൻ വാലിഡ് ആണ്. amount കൊടുക്കൽ അപ്പോൾ കമ്പൽസറി ആയി. നോട്ടീസ് is therefore not valid. That was question number 14. Question 15. K Limited in its first year of incorporation maintained books of accounts under single entry system of accounting. Is it permitted? Not permitted. Section 128 പ്രകാരം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും അക്രൂവൽ ബേസിസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ എക്സെപ്ഷൻ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. സ്റ്റേറ്റ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കംപ്ലൈങ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതും 128 ഡയറക്റ്റ് ക്വസ്റ്റൻ. അപ്പോൾ ആരൊക്കെയായിരുന്നു? MD, ഹോൾ ടൈം ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, CFO, എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി ബോർഡ്. ഇവരൊക്കെയാണ് പേഴ്സൺസ് റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ. ഓക്കെ.
ABC Private Limited is a company which has been operational for 2 years. Was incorporated with submission of false information. ഇൻകോർപ്പറേഷൻ സമയത്ത് നിങ്ങൾ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് നിങ്ങൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഇൻകോർപ്പറേഷൻ സെക്ഷൻ 7 ആണ്. അവിടെ റോങ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രൈബ്യൂണലിന് കുറേ പവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. വി ഷുഡ് നോട്ട് ജംപ് ടു കൺക്ലൂഷൻസ്. ക്വസ്റ്റൻ എന്താ റിക്വയർമെൻറ്റ് എന്താ വായിച്ചിട്ടില്ല. ബട്ട് ലൈക്ക് ഐ സെഡ് നമ്മൾ റിവിഷൻ സീരീസ് പോലെ ചെയ്യായതുകൊണ്ട് എല്ലാം പറയണം. Suppression of material facts. The company's founders, Mr. X and Y, provided incorrect financial statements and concealed significant liabilities during the incorporation. Okay, incorporation സമയത്തുള്ള wrong information കൊടുത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. This misrepresentation was recently uncovered during internal audit initiated by the company's new CFO. Upon discovering these fraudulent actions, Mr. Z has filed an application with NCLT. Explain the provisions with respect to ഇങ്ങനെ wrong information കൊടുത്ത ട്രൈബിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്നുള്ളത്. നിങ്ങളെ മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാം, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാം, റെഗുലേഷൻ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട് എന്ത് ഓർഡറും പാസ് ചെയ്യാം, നെയിം സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറയാം. ഇങ്ങനെ എന്ത് ഓർഡർ പാസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യം ഒരു സംസാരിക്കാനുള്ള ചാൻസ് തരും, ഓപ്പർച്യൂണിറ്റി ഫോർ ബീങ് ഹേർഡ് തരും. പ്ലസ് ട്രൈബ്യൂണൽ നിങ്ങളെ കമ്പനിയുടെ എൻ്റർ ചെയ്ത കോൺട്രാക്ട്സ്, ഒബ്ലിഗേഷൻസ്, അതിൻ്റെ നേച്ചറൊക്കെ നോക്കും ഓർഡർ പാസ് ചെയ്യുന്നതിന് മുന്നേ. ഓ മാൻ, വൺ നോട്ട് സ്റ്റക്ക് ആവുണ്ടല്ലോ. കം ഓൺ, വൺ നോട്ട്. Come on, very slow, very slow, very slow. Come on. Order of Tribunal. Section 7. Where company has been incorporated by furnishing false information, tribunal may, on an application made to it, എന്തൊക്കെ ഓർഡേഴ്സ് പാസ് ചെയ്യാം. കമ്പനിയുടെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ഓർഡേഴ്സും പാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ MOA AOAയിലും അക്കോർഡിംഗ്ലി എന്തൊക്കെ ചേഞ്ചസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓർഡർ പാസ് ചെയ്യാൻ പറ്റും. ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ്. മെമ്പേഴ്സിന് ഏറ്റവും വലിയ ഫീച്ചർ അൺലിമിറ്റഡ് ലാബിലിറ്റി, അത് റിമൂവ് ചെയ്യുക. റിമൂവൽ ഓഫ് നെയിം ഓഫ് ദി കമ്പനി ഫ്രം ദി രജിസ്റ്റർ ഓഫ് കമ്പനീസ്. വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ പാസ് ചെയ്യാം. വേറെ എനി സച്ച് ഓർഡർ. അപ്പോൾ ഈ മേലെ പറഞ്ഞ ഓർഡേഴ്സൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. എന്ത് ഓർഡർ പാസ് ചെയ്യാനുള്ള പവറുണ്ട്. ഇങ്ങനെ ഓർഡേഴ്സ് പാസ് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഫോർ ബീങ് ഹേർഡ്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ചാൻസ് തരും. ട്രൈബ്യൂണൽ കൺസിഡർ ചെയ്യും നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻസ്, നിങ്ങളുടെ ഒബ്ലിഗേഷൻസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഓർഡർ പാസ് ചെയ്യുക. ദാറ്റ് വാസ് 16. വി ഹാവ് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്. 17. Question number 17. LLP. XYZ LLP was registered under LLP Act with the name that was later on found to be identical to an existing company's name, XYZ OPC Private Limited. The similarity was not noticed at the time of registration. Explain the provisions under LLP with respect to name identical ആയുള്ള and formalities with the registrar of companies after name change of LLP. We know that LLPയുടെ രജിസ്ട്രാറും കമ്പനിയുടെ രജിസ്ട്രാറും രണ്ട് സെയിം തന്നെയാണ്, സൈറ്റും സെയിം ആണ്, MCA. അപ്പോൾ നെയിമുമായി ബന്ധപ്പെട്ട് നിങ്ങളെ നെയിം വേറെ ഒരു കമ്പനിയുമായിട്ട് സിമിലർ ആവാൻ പാടില്ല, ട്രേഡ് മാർക്കുമായിട്ട് സിമിലർ ആവാൻ പാടില്ല. ഇങ്ങനെ സിമിലർ ആയി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ പാസ് ചെയ്ത് വിത്തിൻ 3 months നമ്മൾ പേര് മാറ്റേണ്ടി വരും. നമ്മൾ നെയിം വേറെ ട്രേഡ് മാർക്കുമായിട്ട് സിമിലർ ആയ കേസിൽ ട്രേഡ് മാർക്കിൻ്റെ രജിസ്റ്റേർഡ് ഓണറിന് നമുക്കെതിരെ 3 വർഷത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യാം. ഈ കേസിൽ വേറെ OPCയുടെ പേരുമായിട്ട് സിമിലർ എന്ന് പറഞ്ഞാൽ നെയിമായിട്ട് സിമിലർ വാട്ട് എവർ. അപ്പോൾ ട്രേഡ് മാർക്കിൻ്റെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ അയാൾക്ക് 3 വർഷം ടൈം ഉണ്ട് കേസ് ഫയൽ ചെയ്യാൻ. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ CG നമ്മളോട് പേര് മാറ്റാൻ ഓർഡർ പാസ് ചെയ്താൽ നമ്മൾ പേര് മാറ്റണം വിത്തിൻ 3 months. പേര് മാറ്റി കഴിഞ്ഞാൽ രജിസ്ട്രാറിനെ അറിയിക്കണം വിത്തിൻ 15 days. രജിസ്ട്രാർ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 days നമ്മൾ LLP എഗ്രിമെൻറ്റിൽ നമ്മൾ റെസ്പെക്റ്റീവ് ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരും. ദിസ് വാസ് ദി എൻറ്റയർ പ്രൊസീജിയർ. പിന്നെ നമ്മൾ പേര് മാറ്റിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് പുതിയ പേര് തരും എന്നുള്ള പ്രൊവിഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 15, 16. നിങ്ങൾ നെയിം റിസംബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഐഡൻറ്റിക്കൽ ആണെങ്കിൽ വേറെ LLPയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കിൻ്റെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ CG മേ ഡയറക്റ്റ് ടു ചേഞ്ച് ദ നെയിം വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡയറക്ഷൻ. ആപ്ലിക്കേഷൻ ബൈ പ്രൊപ്പറേറ്റർ ഓഫ് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് 3 yearsനുള്ളിൽ ഫയൽ ചെയ്യാം. അത് കമ്പനി സൈക്കിൾ സെയിം ആണ്. LLP പേര് മാറ്റിക്കഴിഞ്ഞാൽ ഷാൽ വിത്തിൻ 15 days എന്ത് ചെയ്യണം, രജിസ്ട്രാറിനെ അറിയിക്കണം. CGൻ്റെ ഓർഡറിന് കോപ്പി അയച്ചു കൊടുക്കണം. രജിസ്ട്രാർ നെസസറി ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അയച്ചു തരും. അവിടുന്ന് വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ LLP എഗ്രിമെൻറ്റ് നമ്മൾ പേര് മാറ്റണം. That was 17. പിന്നെ 18. Question number 18.
General Clause Act. Mr. Chaganlal is an importer dealing in luxury perfumes. Recently, new enactment was passed imposing a duty of 15% on the value of luxury. Okay. Approach to explain him the provisions related to duty to be taken pro rata in enactments. Help him to duty to be taken pro rata പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എടുക്കുക. ഇപ്പം നിങ്ങളോട് ഇപ്പോൾ കസ്റ്റംസിൽ അല്ലെങ്കിൽ എക്സൈസിൽ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100 സിഗരറ്റ്സ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഡ്യൂട്ടി അടക്കണം എന്ന് പറയണം. അല്ലെങ്കിൽ 100 kg സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര ഡ്യൂട്ടി അടക്കണം. ഒരു ഗിവൺ ക്വാണ്ടിറ്റിക്കുള്ള ഡ്യൂട്ടി തന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഹയർ ഓർ ലെസർ ക്വാണ്ടിറ്റിക്ക് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എടുക്കുക, പ്രോ റാറ്റ എടുക്കുക എന്നാണ് ജനറൽ ക്ലോസ് ആക്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ 100 kg ഇമ്പോർട്ട് ചെയ്യാൻ 1 lakh rupees ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 95 kg ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ 95,000 അങ്ങനെ. സോ ഇയാൾക്ക് പ്രോറാറ്റനെ പറ്റില്ല. ആ പ്രൊവിഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇയാൾക്ക് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനുമാണ് പറഞ്ഞത്. ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. 15% ഡ്യൂട്ടി എന്ന് പറഞ്ഞു. 100 bottles of perfumes, $50 each. 100 bottles of perfumes, $50 each. $5,000 15% കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. 10% നടത്തുന്ന 500 ആയി, ബാക്കി 5% തന്നെ 750 ആയി. അത് ഡ്യൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 18. ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ ക്വസ്റ്റ്യൻ. പൊതുവേ RTPയിൽ കുറച്ച് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. നിങ്ങൾ RTPയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് അടിക്കാൻ പാടില്ല. അതിൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എക്സാമിൽ എല്ലാ ക്വസ്റ്റ്യനും അതേപോലെ വരാറില്ല. കുറച്ച് സിമ്പിൾ ചോദിക്കാറുണ്ട്. ദിസ് ഇസ് ലൈക്ക് കുറച്ച് ഏറെക്കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. MCQ വരെ ഭയങ്കര കറങ്ങിത്തിരിഞ്ഞ് ചോദിച്ചിട്ടൊന്നുമില്ല. Come on, one note. That was question number 18. General Clause Act. I think എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, ആണ് സിങ്ക് ആവാത്ത. വൺ നോട്ട് അങ്ങനെ മാറി കളിക്കുക. ഓ മാൻ. Section 12 General Clause Act, where by any enactment now in force or hereinafter to be in force any duty of customs or excise or in the like nature. നോർമലി കസ്റ്റംസിലും എക്സൈസിലാണ് ഇങ്ങനെ ഒരു ഗിവൺ ഡ്യൂട്ടി എന്നുള്ള കോൺസെപ്റ്റ് വരാറുള്ളത്, ഒരു ഗിവൺ ക്വാണ്ടിറ്റിക്കൽ ഡ്യൂട്ടി പറയാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ആക്ടിൽ എ ഡ്യൂട്ടി ഈസ് ലെവിയബിൾ ഓൺ എ ഗിവൺ ക്വാണ്ടിറ്റി ബൈ വെയ്റ്റ്, ഇത്ര തൂക്കത്തിന് അല്ലെങ്കിൽ ഇത്ര അളവിന് അല്ലെങ്കിൽ ഇത്ര വാല്യൂന് എന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ then a like duty is leviable according to the same rate on greater or lesser quantity. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ഡ്യൂട്ടി എടുക്കണം എന്നാണ് ജനറൽ ക്ലോസ് ആക്ട് പറഞ്ഞത്. അപ്പോൾ ഈ കേസിൽ $750 ആണ് ഡ്യൂട്ടി. Question number 19. Imagine you are a legal advisor of the company drafting a new contract. One of the clauses of the contract states, notwithstanding anything contained in any other provisions of this agreement, company reserves the right to terminate the agreement without notice if there is a breach of confidentiality by the employee. Explain the management of the company meaning of non-obstante clause. Notwithstanding എന്ന് പറഞ്ഞ പേരാണ് in legal documents. ഈ and its effect on overriding. Notwithstanding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനോട് പോയി പണി വെക്കാൻ പറയാണ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കാര്യം പറയും നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, അതായത് മേലെ പറഞ്ഞതൊന്നും ഇനി ആപ്ലിക്കബിൾ ആവില്ല, ഇനി പറയാൻ പോകുന്നത് ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ ഈ നമ്മളെ കമ്പനിയിലെ എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കോൺഫിഡൻഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട് ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെൻറ്റിൽ പറഞ്ഞ വേറെ ഒന്നും ഇവിടെ ഏൽക്കൂല, കമ്പനിക്ക് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ റൈറ്റ് ഉണ്ടാവും. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അതൊരു ഓവർ റൈഡിങ് ക്ലോസ് ആണ്. അപ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിൻ്റെ മീനിങ് പറഞ്ഞു അൺലൈക്ക് സബ്ജക്റ്റ് ടു എന്നുള്ള വേറെ ക്ലോസ് ഉണ്ട്. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളോട് സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു എഗ്രിമെൻറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ മറ്റേതും നോക്കുക എന്നുള്ള മീനിങ് ആണ് വരിക, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കണ്ടീഷൻസും ബാധകമാവും എന്നുള്ളത്. ഇവിടെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിൻ്റെ എഫക്റ്റ് എന്താണ്? പ്രിവെയിൽസ് ഓവർ ദി അതർ, മേക്കിംഗ് ദ പ്രൊവിഷൻസ് പ്രിവെയിൽ. അപ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് പറയുന്ന സാധനം കുറച്ചുകൂടി സുപ്പീരിയർ ആവും, സ്ട്രോങ്ങർ ആവും. ഇൻ കൺക്ലൂഷൻ പ്ലേസ് ക്രൂഷ്യൽ ഓൺ ഡ്രാഫ്റ്റിംഗ് സ്പെസിഫൈഡ് പ്രിവെയിൽസ് ഓവർ എന്തെങ്കിലും രണ്ട് ക്ലോസ് തമ്മിൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ക്ലോസ് അവിടെ നിലനിൽക്കുള്ളൂ, മറ്റേത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഏൽക്കൂല. ഇതിനൊക്കെ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒരു സെക്ഷൻ 6 നല്ല അടിപൊളി കമ്പനീസ് ആക്ട് സെക്ഷൻ 6 ആക്ട് ഓവർ റൈഡ് ചെയ്യും എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 6 ആക്ട്. 5 കാര്യങ്ങൾ തമ്മിൽ ക്ലാഷ് വന്നാൽ നിങ്ങൾ MOA, AOA, എഗ്രിമെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ബൈ കമ്പനി, റെസൊല്യൂഷൻസ് പാസ് ബൈ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്, റെസൊല്യൂഷൻ പാസ് ബൈ കമ്പനി ഇൻ ബോർഡ് മീറ്റിംഗ്, ഈ 5 കാര്യങ്ങൾ ആക്ട് തമ്മിൽ ക്ലാഷ് വന്നാൽ ആക്ട് പ്രിവെയിൽ ചെയ്യും. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നാണ് അവിടെ പറഞ്ഞത്, പക്ഷേ അവിടെ തന്നെ സേവ് ആസ് അതർവൈസ് പ്രൊവൈഡ് എന്ന് വേറെ സംഭവം പറയുന്നുണ്ട്.
ദിസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ഈ രണ്ട് കോൺസെപ്റ്റിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടേംസിന് പുറമെ വിതൗട്ട് പ്രെജുഡിസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താ എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഫെമ അർജുൻ, ഇന്ത്യൻ റെസിഡൻറ്റ്, വർക്കിംഗ് അബ്രോഡ് പാസ്റ്റ് 10 years, കഴിഞ്ഞ 10 വർഷം പുറത്ത് വർക്ക് ചെയ്ത ആളാണ്. ഡ്യൂറിങ് ഹിസ് ടെനർ അബ്രോഡ് ഹി അക്വയർഡ് ഫോറിൻ കറൻസി, ഹെൽഡ് ഫോറിൻ സെക്യൂരിറ്റീസ്, ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ഇൻ ന്യൂയോർക്ക് ഫ്രം ഹിസ് ലേറ്റ് ഗ്രാൻഡ് ഫാദർ who was a non-resident Indian. After returning to India permanently, Mr. Arjun wishes to understand the provisions of FEMA. ഇയാൾ 10 വർഷത്തോളം പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് വരികയാണ്. അപ്പോൾ പുറത്ത് ഫോറിൻ കറൻസി ഉണ്ട്, ഫോറിൻ സെക്യൂരിറ്റി ഉണ്ട്, പുറത്ത് പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഫെമയിൽ സെക്ഷൻ 6 പറയുന്നുണ്ട്, നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഫെമയിൽ തടസ്സമൊന്നുമില്ല. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇൻകം വരികയാണെങ്കിലും കുഴപ്പമില്ല. ഈ പേർപ്പസിന് വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് അങ്ങോട്ട് അയച്ചാലൊന്നും കുഴപ്പമില്ല. ഫെമയുടെ മറ്റ് റെഗുലേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്യണം. ബട്ട് അതർവൈസ് ആസ് സച്ച് നമ്മൾ പൊതുവെ ഫെമയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് ഇങ്ങനെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ, RBIൻ്റെ അപ്രൂവൽ, കുറേ സംഭവങ്ങൾ പറയാറുണ്ട്. ഇവിടെ ആസ് സച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ നോൺ റെസിഡൻ്റ് ആയ സമയത്ത് നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി അതൊക്കെ നിങ്ങൾക്ക് യു മേ കണ്ടിന്യൂ ടു ഹോൾഡ് ദം. അതിൽ കുഴപ്പമൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. അണ്ടർ ഫെമ, Mr. Arjun, being a resident, can hold, own, transfer, invest a foreign currency, security, immobile property situated outside India. കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ RBIൻ്റെ സർക്കുലർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫെമയിലെ സെക്ഷൻ 6 പ്രകാരം ഫോറിൻ കറൻസി അക്കൗണ്ട് ക്യാൻ മെയിൻറ്റെയിൻ ഫോറിൻ കറൻസി അക്കൗണ്ട്. ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏൺ ത്രൂ എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, വൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള സമയത്ത് ഏൺ ചെയ്ത ഇൻകം, പുറത്ത് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ റെസിഡൻ്റ് ആയ സമയത്ത് ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി, ഈ കേസിൽ ലേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ്, ഫോറിൻ എക്സ്ചേഞ്ച് ഹോൾഡിങ്സ് ഇൻക്ലൂഡിങ് ഇൻകം അറൈസിങ്, ഇനി പറഞ്ഞ മേലെ പറഞ്ഞ പ്രോപ്പർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് പേർപ്പസിന് യൂട്ടിലൈസും ചെയ്യുക. Freely utilize all the eligible assets abroad, including the income on such assets and sale proceeds received after returning to India. He can make payments or fresh investments abroad without approval of RBI, provided the funds used are from the eligible assets held by him abroad and the transaction complies with FEMA provisions. അപ്പോൾ നിങ്ങൾക്ക് ഹോൾഡും ചെയ്യുക, യൂട്ടിലൈസും ചെയ്യുക, അതിൽ തടസ്സങ്ങളൊന്നുമില്ല. That's it. That was all about September 24 attempt RTP. മേക്ക് ഷുവർ നിങ്ങൾ May 24 RTPയും റിവൈസ് ചെയ്യുക എന്നുള്ളത് എല്ലാ എക്സാംസിനും കേട്ടോ. ഏത് എക്സാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എൻ്റെ ഒരു ലോൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടിന്യൂസ് ബേസിസിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, ജസ്റ്റ് ലീവ് എ ലൈക്ക് ആൻഡ് നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡു യുവർ ബെസ്റ്റ്. ബൈ.